ഗുഡ് മോർണിംഗ് ഗൈസ്. 7:39 നമ്മൾ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ നേരം പരപരാ വെളുത്തിരിക്കുന്നു. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങൾ നടക്കട്ടെ. വാഷ് ബേസിൻ്റെ അടുത്ത് പോയി വെള്ളം എടുത്തു, പല്ല് തേച്ചു. 2 ദിവസമായി തന്നെയുള്ള പരിപാടി. പല്ലിയപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ട്രെയിനിൻ്റെ ഡോർ തുറന്നപ്പോൾ പുറത്ത് നല്ല വെയിൽ. കുറച്ച് നേരം വെയിൽ കഴിഞ്ഞ് കയ്യും കാലൊക്കെ ഒന്ന് പുറത്തിട്ട് നമ്മൾ ഏകദേശം ഇറങ്ങാനുള്ള സ്ഥലം എത്തിത്തുടങ്ങിയിരിക്കുന്നു. എൻ്റെ മുന്നേ കണ്ണാടി നോക്കി താടി മുടിക്കുന്നതിലേക്ക് ചെറുക്കൊക്കെയായി വയ്യ. ഏതോ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ ഒക്കെ പോകുള്ളൂ. വാവും. കുറച്ചേരോടൊക്കെ ഒരു തിരിഞ്ഞളിച്ചപ്പോൾ നേരെ നമ്മളെ സീറ്റിക്ക് പോകും. നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തേക്കണല്ലോ. 12:37 നമുക്ക് 1:30 ഡൽഹിയിലെത്തണം. അയ്യവ ഈ കണ്ണാടിയും കൊള്ളാം. വാവ്. അങ്ങനെ 1:30 നിസാമുദ്ദീനിൽ ഇറങ്ങി നമ്മൾ നടന്നൊരു ഓട്ടോ വിളിച്ച് നമുക്കിനി സാരേ റോലിലേക്ക് പോകണം. അവിടെ നിന്നാണ് നമ്മൾ അജ്മീർ ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് അങ്ങോട്ട് പോകണം. ഇവിടുത്തെ ട്രാഫിക് എന്തൊക്കെ ജാതി വണ്ടിയുള്ള റോഡും പറ്റും. സീറ്റ് ഹൺഡ്രഡിൻ്റെ തലയിൽ ഓട്ടോറിക്ഷൻ്റെ വാലുമായിട്ടുള്ള മുതൽ വരെ റോഡും. അതിൻ്റെ ഇടയ്ക്ക് 100 സിഗ്നലും 10,000 വണ്ടിയും ഒക്കെ കൂടെ തള്ളി ഞങ്ങൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഓട്ടോ ഇറങ്ങി നേരെ നമ്മൾ വെയിറ്റിംഗ് റൂമിലേക്ക് പോകുന്നു. 2 ദിവസം 3 ദിവസമായിട്ട് ഇതേ ടൗസറും കുപ്പായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റണ്ടേ. അങ്ങനെ ടൗസറും കുപ്പായൊക്കെ മാറ്റി നമ്മൾ നേരെ കണ്ണാടിയിലൊക്കെ ഒന്ന് വന്ന് നോക്കി. ദമ്മയിക്കണം കേട്ടോ. ഓക്കെ, ആ ദമ്മന്നല്ലേ. അയ്യോ ആടെ നമ്മൾ തുണിയും കുപ്പായും വെട്ടിയും കിടക്കൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ച് നേരെ ഒരു ഓട്ടോ വിളിച്ച് ജുമാ മസ്ജിദിലേക്ക് പോകും. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. ഇങ്ങോട്ട് വരുന്നൊരു പേസും ഫോണൊക്കെ ഒന്ന് കരുതുള്ളൂ കേട്ടോ. കുറച്ചും കണ്ട് നടന്ന് ഇതാന്ന് നോക്കിയാൽ ഇതാണ് നമ്മളെ ജുമാ മസ്ജിദ്. കുറച്ച് സ്റ്റെപ്പ് കയറി മോൾക്ക് വരാണ്ട്. അത് കയറി വന്ന് നമ്മൾ കവാടത്ത് കൂടെ അകത്തോട്ടം അങ്ങോട്ട് കയറിയപ്പോൾ നമുക്കൊരു കാറ്റ് കിട്ടിയിരുന്നു. തട്ടത്ത് മരത്തിൽ നിവിമ്പോളിക്ക് കിട്ടിയ കാറ്റിനെക്കാട്ടും വലിയ കാറ്റ്. എന്തൊരു സമാധാനം. അങ്ങനെ നമ്മൾ കവാടത്ത് കൂടെ ഉള്ളോട്ട് കയറി നിറയെ ആളുണ്ടായിനി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിനി. നമ്മളകത്ത് കയറിയിരുന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് കാഴ്ചകൾ കണ്ട് കുറച്ച് നേരം സമാധാനമായിട്ട് അവിടെ ഇരുന്ന്. ഡൽഹിയിൽ വരുന്നവരുടെ പ്ലാനിൽ ഇത് എന്തായാലും ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് ജുമാ മസ്ജിദിലേക്ക് വന്നിരിക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു കാഴ്ചയും ഒരു ആംബിയൻസും ആണ് അവിടെ. നമ്മൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം എല്ലാം താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. നമുക്ക് ഇതൊക്കെ വരുമ്പോൾ താഴെ കാണുന്ന ഈ തിരക്ക് മൊത്തം മാർക്കറ്റുകളാണ്. നമ്മുടെ ചോർ ബസാറില്ലേ, അത് ഏകദേശം അടുത്താണ് വരുന്നത്. നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് കടകളുണ്ട്. ലേഡീസിനൊക്കെ ആണെങ്കിൽ ഏതെടുക്കുന്നുള്ള സംശയമായി പോകുന്ന ടൈപ്പിലുള്ള കടകളാണ് ഇവിടെ ഉള്ളത്. അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് പകുതി എത്തിയപ്പോഴേക്ക് തന്നെ 6:30 ആവാനായിക്കണം. നമുക്ക് 7:40 ട്രെയിന്. തിരക്ക് വൈകുന്നേരം ആയപ്പോഴേക്ക് ട്രാഫിക് ഒടുക്കത്തെ ജാമ്. എങ്ങനെ തിങ്ങി പോവാം. പിന്നെ ഒരു നല്ല റോഡ് കിട്ടിയപ്പോൾ ഓട്ടോ ചേട്ടൻ അത്യാവശ്യം വീട് പോകാൻ തുടങ്ങി. ഇവിടെ പിന്നെ പോണ പോക്കിൽ ആട്ടും കൊണ്ടും തട്ടിയാലും മുട്ടിയാലും പ്രശ്നമില്ല. പോകേണ്ട അടുത്തോട്ട് പോവുക, നമുക്ക് പോകേണ്ട അടുത്തേക്കോട്ട് പോവുക, അത്ര തന്നെ. എല്ലാ വണ്ടികളും നോക്കിക്കഴിഞ്ഞാൽ 4 സൈഡിൽ കൂടെ ഡാമേജ് ആയിരിക്കും. അതിന് പുതിയ വണ്ടി, പഴയ വണ്ടി, ലക്ഷറി വണ്ടി എന്നുള്ള കണക്കൊന്നുമില്ല. നമുക്കൊക്കെ ഒരു വണ്ടി വാങ്ങി അത് എങ്ങനെ കൊണ്ടെടുക്കുക. അപ്പന്മാർക്ക് ഐറ്റമായിട്ട് കാര്യമാരില്ല. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അതിൻ്റെ അടുത്തുനിന്ന് ഒരു ഫുഡും കഴിച്ച് നമുക്കപ്പോഴേക്ക് ട്രെയിൻ വന്നിട്ട് നമ്മൾ ട്രെയിനിൽ കയറി. നമുക്ക് ചേതക് എക്സ്പ്രസ് ആണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് അജ്മീർ. 7:40 സാരേറോലിൽ നിന്ന് കയറിയാൽ നമുക്കത് 2 മണി ആവാനാകുമ്പോഴാണ് അങ്ങോട്ട് എത്തുക. അതുകൊണ്ട് നമ്മൾ സ്ലീപ്പർ എടുത്തിന്. അതിൽ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടേനു. 2:09 നമ്മൾ ട്രെയിൻ അജ്മീറിലെത്തി. നമുക്കിനി ഇവിടെ ഇറങ്ങണം. വേറെ